GT എക്സ്പ്രസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പാസഞ്ചർ എക്സ്പ്രസിൻ്റെ സീരീസ് തുടങ്ങി. അപ്പോൾ അതിൽ നമുക്കിനി അടുത്ത വണ്ടി ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നിലമ്പൂർ റോഡാണ്. ഇത് പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല വീഡിയോസിൽ, കാരണം പ്ലാറ്റ്ഫോം നമ്പർ 1 അല്ല, ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2 സൈഡാണ്. അപ്പോൾ അവിടെ തന്നെ ആണെങ്കിലും അത് കാണിച്ച് അവിടെ തന്നെ ആണെങ്കിലും അതാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു ബിൽഡിങ്. അത് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരാൾ പാർക്കിങ്ങിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു മെഷീൻ ഇരിപ്പുണ്ട്, മറ്റേ ടിക്കറ്റ് നമുക്ക് തന്നെ സ്വയം എടുക്കാൻ പറ്റണത് അതുണ്ട്, പക്ഷെ ഫുള്ളി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2 ഏരിയ. ഇത് ആരും അങ്ങനെ ഫുള്ള് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പോണ വണ്ടി ഏതാണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് എപ്പോഴും നിലമ്പൂർ റോഡിൽ നിന്നാക്കിയ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അതിലൊന്നാണ് മെയിനായിട്ടുള്ള വണ്ടി ട്രിവാൻഡ്രത്തേക്കുള്ള രാജറാണി എക്സ്പ്രസ്, പിന്നെ കോട്ടയത്തേക്കുള്ള എക്സ്പ്രസ്സും, പിന്നെ പാലക്കാടേക്കുള്ള പാസഞ്ചർ, പിന്നെ മൊത്തം നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചേഴ്സ് ആയി. അപ്പോൾ ആ പാസഞ്ചേഴ്സിൽ ഒരിടമാണ് നമ്മളിന്ന് ട്രൈ ഔട്ട് ചെയ്യണത്. ഇപ്പം നിലമ്പൂരിൽ നിന്ന് 10:05 എടുക്കുന്ന നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട് ക്യാമറ എടുക്കണം. അപ്പോൾ ഒരാൾക്ക് ഇത് 2 പേർക്കും കൂടി 40 രൂപയാണ്, പക്ഷേ ഒരാൾക്ക് 20 രൂപ. നമുക്കിവിടെ നിന്ന് നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരേക്ക് 67 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ 67 കിലോമീറ്ററിന് 20 രൂപയുള്ളൂ. അപ്പോൾ പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഏറ്റവും മിനിമൽ ചാർജ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഓർഡിനറി ഫെയർ ആണ്, എക്സ്പ്രസിൻ്റെ ഫെയർ അല്ല, പാസഞ്ചറിന് ഓർഡിനറി ഫെയർ. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരേക്ക് 20 രൂപ. അപ്പോൾ നമുക്കിനി പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് പോകാം. ഷൊർണൂർ ജംഗ്ഷൻ निलंबूर रोड शॉर्नूर जंक्शन पैसेंजर अपने निर्धारित समय 10:05 पर प्लेटफॉर्म नंबर 1 से रवाना होगी. ഗായ്സ്, ഇപ്പോൾ 10:47 സമയം. ഈ ഒരു സമയപ്പോഴേക്കും ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു മൂന്നാമത്തെ കോച്ചെത്തി. ഇപ്പം തന്നെ വണ്ടി ഫുള്ളായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ 10:05 പാസഞ്ചറിന് പോകണവർ ശ്രദ്ധിക്കുക, ഇച്ചിരി നേരത്തെ വന്ന് സീറ്റ് പിടിക്കാം. നമ്മളപ്പോൾ ബാക്കിലേക്ക് നടക്കുകയാണ്, കാരണം ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫസ്റ്റ് കോച്ചൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു 10:05 എടുക്കണമെങ്കിൽ 9:45 ആയപ്പോഴേക്കും ഫ്രണ്ടിലത്തെ കോച്ചുകളെല്ലാം ഫുള്ളാണ്. നമുക്ക് ഏറ്റവും പുറകിൽ പോയിട്ട് അവിടെ വേക്കൻ്റ് ആണോ നോക്കാം കോച്ചൊക്കെ. അപ്പോൾ ഏറ്റവും പുറകിലത്തെ കോച്ച് വന്നിട്ടുണ്ട്. പുറകിലത്തെ കോച്ചിൽ ഒട്ടും തിരക്കില്ല. എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടർ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ കോച്ചുകൾ പെട്ടെന്ന് ഫില്ലായി പോയത്. ഈ പുറകിലേക്ക് ഇപ്പോൾ ഏറ്റവും പുറകിൽ ഡിസബിലിറ്റി കോച്ചും, പിന്നെ ഈ ജനറൽ കോച്ച് അതിന് മുമ്പത്തെ ആ 3 അത്യാവശ്യം സീറ്റുണ്ട്, വിൻഡോ സൈഡ് സീറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതിൽ കയറിയുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ട, അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമ്മൾ സീറ്റ് എടുത്ത് അതെ ആരുമില്ല, ഇവിടെയും ആരുമില്ല. അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ട്, ബാഗ് കണ്ടില്ല. വേറെ ഈ കോച്ച് സെറ്റാണ്, തിരക്ക് കുറവാണ്. അതുകൊണ്ട് 10:05 പാസഞ്ചർ ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ കയറുമ്പോൾ ബാക്കിൽ വരാം. ബാക്കിൽ കുറേ സീറ്റ് ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിന് തിരക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. തിരക്കുണ്ടെങ്കിൽ ഫോൺ വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണ് തിരക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ തിരക്കില്ല. ഇനിയിപ്പോൾ 9:52 10:05 എടുക്കാം. ഏതായാലും ഇങ്ങോട്ട് ആൾക്കാർ കയറണ കുറവായി. ഇനിയിപ്പോൾ അവിടെ നേരെ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. അതാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവിടെ തന്നെ കയറും. ട്രെയിൻ വീടിൻ്റെ ടൈം ആണെങ്കിലും ആ ഒരു സ്ഥലത്ത് തന്നെ പെട്ടെന്ന് കയറും. ഇത്രയും ദൂരത്തേക്കാരും നടന്നു വരില്ല. അപ്പോൾ 10:05 പാസഞ്ചർ ഷൊർണൂരേക്ക് കയറുന്ന ആൾക്കാർ ഏറ്റവും പുറകിലേക്ക് വരാം. ഇവിടെ ലാവിഷ് സീറ്റാണ്. സമയം 10:05 വണ്ടി എടുക്കും. പറഞ്ഞ പോലെ ഏറ്റവും ബാക്കിലായതുകൊണ്ട് വണ്ടി എടുക്കാറായ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് തന്നെ കയറുന്നതുകൊണ്ട് ഫ്രണ്ടിലത്തെ കോച്ചാണ് കൂടുതൽ ഫുള്ളാവുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോഴും വേക്കൻ്റാണ്. ഇത്രയും സീറ്റ് വേക്കൻ്റാണ് 10:05 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ. 10:05 പൊടി വീശി. ഇനിയിപ്പോൾ ട്രെയിൻ ഹോൺ അടിച്ച് ഓക്കെ. 10:06 ആകുമ്പോഴേക്കും വണ്ടി എടുത്ത്, അത് ആ ടൈമിന് അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുനിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. അതാണ് ഇച്ചിരി ലേറ്റ് ആയത് വണ്ടി എടുക്കാൻ. ലേറ്റ് അല്ല, 1 മിനിറ്റ് ലേറ്റ്. അതുകൊണ്ട്
ഏറ്റവും പുറകിൽ വന്ന് കയറാണെങ്കിൽ കുറേ സീറ്റ് ഉണ്ടാവും, കിടന്നുറങ്ങി പോവാം 1 മണിക്കൂർ. അപ്പം വണ്ടി എടുത്ത് നിലമ്പൂർ റോഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 10:06. അപ്പോൾ ബാക്കി കഴിച്ചറിഞ്ഞ് കാണാം. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ എത്തി. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ വിട്ടു. നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് മിക്കവാറും ഇപ്പോൾ 1ാമത്തിലേക്ക് വരും. അതാണ് 2ാമത്തിലേക്ക് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ക്രോസിങ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തിരക്കുണ്ടോയെന്ന് നോക്കാം. വാണിയമ്പലത്തിൽ നിന്ന് ഈ സമയത്ത് നമ്മുടെ ഷൊർണൂരേക്ക് ആൾക്കാർ കയറുമെന്ന് നോക്കാം. ഇതും തിരക്കുണ്ട്. എനിക്കറിയാം ഈ കോച്ച് ഇപ്പം തന്നെ ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഞാൻ കാണിക്കണില്ല, ആൾക്കാർ തിരക്കായി. ഇനി ഈ സീറ്റ്സ് മൊത്തം ഫുള്ളാവും. ഇതേ ആൾക്കാർ കയറി തുടങ്ങി. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ ആൾക്കാർ കയറി തുടങ്ങി. ഫുൾ സീറ്റ്. ഗൈസ്, വാണിയമ്പലം സ്റ്റേഷനിൽ നിന്ന് മാക്സിമം അല്ല, അത്യാവശ്യം ആൾക്കാർ കയറി. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ കാണിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറേ ഫാമിലീസ് മൊത്തം നേരത്തെ കാണിച്ച ആ ഫ്രീ ആയിക്കുന്ന സ്പേസ് മൊത്തം പോയിട്ടുണ്ട്. നമ്മുടെ സീറ്റ് വിടേണ്ടി 2 ബാക്കി ഫുൾ ഫില്ലേ. വാണിയമ്പലം സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. 1ാമത്തേലേക്ക് ഇനിയിപ്പോൾ കോട്ടയം നിലമ്പൂർ ഇപ്പോൾ നേരത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. കോട്ടയം നിലമ്പൂർ അല്ല കേട്ടോ, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ഒന്നും വരാണ്ട്. അതിൻ്റെ പുറകിലാണ് കോട്ടയം നിലമ്പൂർ. ഇപ്പോൾ അതിപ്പോൾ എത്തും. അത് ഒരു സ്റ്റേഷൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടേക്കുന്നത്. ആ വണ്ടി ഏകദേശം 20 മിനിറ്റ് ഡിലേ ആ പാസഞ്ചർ. അതുകൊണ്ട് നമ്മളും അതനുസരിച്ച് ഡിലേ ആവും. കാരണം എന്താ വെച്ചാൽ അങ്ങാടിപ്പുറം ഈ സ്റ്റോപ്പ് വാണിയമ്പലം, ഈ 2 സ്റ്റോപ്പിലെ എന്താ പറയുക പ്ലാറ്റ്ഫോം 2 ക്രോസിങ്ങിന് ഈ 2 സ്റ്റേഷനാണ് ഇവർ ഉപയോഗിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഈ ഇടയിലത്തെ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഇടയിലത്തെ സ്റ്റേഷനിൽ. അപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാണിയമ്പലം അല്ലെങ്കിൽ അങ്ങാടിപ്പുറം ഇവിടെ വെച്ചാണ് ട്രെയിൻസ് ക്രോസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാസഞ്ചർ ഇപ്പോൾ തൂര് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ വാണിയമ്പലമാണ്. അപ്പോൾ അത് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. നമ്മൾ ഓൺ ടൈമിലാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന പാസഞ്ചർ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ഏകദേശം 20 മിനിറ്റ് ഡിലേ കാണിക്കാനുണ്ട്. അപ്പോൾ അത് വന്നിട്ട് വേണം നമുക്ക് പോകാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ കോട്ടയം നിലമ്പൂർ പാസഞ്ചർ മിക്കവാറും അങ്ങാടിപ്പുറം പിടിച്ചിടും. കാരണം എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് അങ്ങാടിപ്പുറം കഴിഞ്ഞ് ഇങ്ങോട്ട് വിട്ടാൽ പിന്നെ നമ്മൾ ആ വണ്ടി വാണിയമ്പലം വരുന്നവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ വണ്ടി ലേറ്റ് ആവും. ഏതായാലും നമ്മൾ പിന്നെ വരുമായിരിക്കും. അടുത്ത ഈ പാസഞ്ചർ നമ്മൾ ഭയങ്കര ലേറ്റ് ആവും. കാരണം ഈ വണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. ഷൊർണൂർ എത്തി കഴിഞ്ഞിട്ട് ഈ പാസഞ്ചർ ഷൊർണൂർ എത്തി കഴിഞ്ഞിട്ട് ഷൊർണൂർ തൃശ്ശൂർ ഒരു പാസഞ്ചർ ഉണ്ട്. അത് ചിലപ്പോൾ ഇത് റേറ്റ് ഷെയറിങ് ആയിരിക്കും. ഇത് റേറ്റ് ഷെയറിങ്. അപ്പോൾ അതുകൊണ്ട് അത് എത്ര 12 സംതിങ്ങിന് എന്തോ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ഇപ്പോൾ 10 ആയാലും കറക്റ്റ് ഷൊർണൂർ വെച്ചാൽ ആ വണ്ടിയായിട്ട് റേറ്റ് ഷെയർ ചെയ്ത് ഇതിന് തൃശ്ശൂർ പോകാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ആ പാസഞ്ചർ ഇപ്പോൾ വരും. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ഇവിടെ വരും. എന്നിട്ട് ഈ വണ്ടി ഷൊർണൂർ പാസഞ്ചർ ഈ വണ്ടി എന്നിട്ട് അങ്ങാടിപ്പുറത്തേക്ക് പോയിട്ട് അങ്ങാടിപ്പുറത്ത് കോട്ടയം നിലമ്പൂർ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കോട്ടയം നിലമ്പൂരായിട്ട് ക്രോസിങ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറായിട്ട് ക്രോസിങ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ വെച്ചിട്ട് കോട്ടയം നിലമ്പൂരാണെന്നാണ്. കോട്ടയം നിലമ്പൂരല്ല, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ. അപ്പോൾ ഇതാണ് പാസഞ്ചർ നമ്പർ. ആരുമില്ല, എല്ലാവരും ഉള്ളിൽ തന്നെ കയറി. ഇവിടെ എത്തിയപ്പോഴേക്കെല്ലാം നൽകിയ ശരി എന്താണ് വണ്ടി എടുക്കാൻ താമസിക്കും. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പാസഞ്ചർ വന്നിട്ടും
തൂര് ഇനിയിപ്പോ അടുത്ത മേലാറ്റൂരാണ്. ട്രെയിനിപ്പോ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ലേറ്റ് ആയി. കാരണം മറ്റേ പാസഞ്ചർ വരാൻ വേണ്ടി നമ്മളെ പിടിച്ചിട്ടല്ലോ. ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആണ്. പക്ഷെ ഓട്ടത്തിൽ പിടിച്ചോളും, കുഴപ്പമില്ല. എനിക്കോണ് ഷൊർണൂർ എത്തുന്നതിന് കുറച്ച് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഓൺ ടൈമിൽ കയറും. അതാകുമ്പോൾ ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. തൃശ്ശൂര് പാസഞ്ചറായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട് ഷൊർണൂർ തൃശ്ശൂർ. അപ്പൊ കറക്റ്റ് ടൈം അപ്പൊ അതനുസരിച്ച് പോയിക്കോളും. ഈ പറഞ്ഞ മേലാറ്റൂരാണ്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പറഞ്ഞ പോലെ പഴയ ആ ഒരു ഭംഗിയൊന്നുമില്ല. പുള്ളി പറഞ്ഞ പോലെ ഇലക്ട്രിഫൈഡ് ആക്കിയോണ്ട് മൊത്തത്തിൽ ആ ഭംഗി പോയി. പിന്നെ തിരക്കിൻ്റെ കേസ്, അത്യാവശ്യം തിരക്കുണ്ട് മേലാറ്റൂര്. നല്ല ജനമുണ്ട് ഷൊർണൂരേക്കുള്ള വണ്ടിക്ക്. അത് കാണാലോ, ഇവിടെ നിന്ന് ഇത്രയും പേര് ഈ വണ്ടി കയറും. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. മേലാറ്റൂര് നല്ല തിരക്കുണ്ട്. ഇറങ്ങാൻ ആൾക്കാർ കുറവാണെങ്കിലും കയറാൻ നല്ല തിരക്കുണ്ട്. ഷൊർണൂരേക്ക് പോകുമ്പോഴേക്കും ഈ ഒരു സ്ഥലത്ത് നിന്നേക്കും കൂടുതൽ തിരക്ക് വരാം ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി. ഗ്രീൻ സിഗ്നലാണ് കയറുന്നുണ്ട്. പച്ച ഇപ്പോൾ പയ്യെ കയറാം. പട്ടിക്കാട് സ്റ്റേഷൻ എത്തി. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇവിടെ സ്റ്റേഷൻ എവിടെയാണ്. ഇത് സിംഗിൾ ലൈനായിട്ട് അപ്പർ സൈഡാണ് പ്ലാറ്റ്ഫോം. അത്യാവശ്യം കുറച്ചൊരു ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുണ്ട് പട്ടിക്കാട്. അതേപോലെ തന്നെ കയറാനും ഉണ്ടെന്ന് തോന്നുന്നു. പട്ടിക്കാട് നിർത്ത്. ഇവിടെ നിന്ന് കയറാൻ ഈ ഒരു കോച്ചിൽ കുറവായിരുന്നു. ഇനി പൊതുവെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പർ സൈഡ് അങ്ങോട്ട് പോയില്ല. പിന്നെന്താ, ഇറങ്ങാൻ അത്യാവശ്യം ആൾക്കാർ നമ്മുടെ കോച്ചിൽ നിന്ന് ഇറങ്ങി. ഒരു വലിയൊരു ഫാമിലി തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടായി. അപ്പോൾ പട്ടിക്കാട് തിരക്കിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വന്നത് അങ്ങാടിപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്രോസിംഗ് ഉണ്ടാവും. അത് 2-3 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നമ്മുടെ കോട്ടയം നിലമ്പൂർ എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായിട്ട് അവിടെ കിടപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കോട്ടയം നിലമ്പൂരിനെ അവിടെ വെച്ച് കാണാൻ പറ്റും അങ്ങാടിപ്പുറം. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പ് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറം നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറ്റുന്നത്. കാരണം 1ാമത്തേൽ കോട്ടയം നിലമ്പൂർ വന്ന് കിടപ്പുണ്ട്. അങ്ങാടിപ്പുറത്ത് അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. ഒന്നില് പാസഞ്ചർ മറ്റേ കോട്ടയം നിലമ്പൂർ വണ്ടി ഒന്നിന്ന് എടുത്ത് അങ്ങാടിപ്പുറം എത്തിയപ്പോൾ ഇവിടെ കിടന്ന കോട്ടയം നിലമ്പൂർ അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ടും യാത്ര തുടരുന്നു. ഇത് ബിലാസ്പൂർ തിരുനെൽവേലി എക്സ്പ്രസ്. നല്ല കോമഡി. ബിലാസ്പൂർ തിരുനെൽവേലി അല്ലേ ഇത്? ഏതൊരു ഗുഡ്സ് ട്രെയിനാണ്. അങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്ന് യാത്രയായി. ഇനിയിപ്പോൾ നേരെ ഷൊർണൂരാണ്. ഇടയിൽ 4 സ്റ്റോപ്പ് ഒന്നുണ്ട്. ചെറുകര, പുലിക്കല്ലൂർ, അങ്ങനെ പിന്നെ വാടാനംകുറിശി, പിന്നെ ഷൊർണൂരാണ്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി തോന്നുന്നു ഇവിടെ തന്നെ. അത്യാവശ്യം ഇപ്പോൾ ഈ ട്രെയിനിലെ ആൾക്കാർ മൊത്തവും അങ്ങാടിപ്പുറം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇറങ്ങാൻ പോകുന്നത് മിക്കവരും കൂടുതലും ഷൊർണൂരായിരിക്കും. അതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പിലും കുറച്ച് ആൾക്കാർ ഇറങ്ങുമായിരിക്കും. അതായത് ട്രെയിൻ വളഞ്ഞ് പോകണം.
എത്തിയിട്ടുണ്ട്. തിരക്ക് കുറവാണ് മറ്റ് സ്റ്റേഷനെ അപേക്ഷിച്ച്. വന്നു നിന്നു എടുത്തു. കുറവാണ്. കുറച്ചേരം ഇപ്പോൾ ചാടി കയറി വണ്ടി എടുത്തപ്പോൾ. ഇപ്പം ഇത്രയും പേരാണ് ഇവിടെ ഇറങ്ങിയത്. ഇനി എനിക്കിവിടെ വണ്ടിയിൽ കുറച്ച് പേരുള്ളൂ. അങ്ങാടിപ്പുറത്ത് കുറേ പേര് ഇറങ്ങി. ചെറുകരയും അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി. അത് ചെറുകര ടിക്കറ്റ് കൗണ്ടർ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ 3-4 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ ഷൊർണൂരെത്തും. അയ്യോ, കുളിക്കല്ലൂരെത്തി. ഇവിടെ പ്ലാറ്റ്ഫോം ഡബിൾ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി പയ്യെ ഭാവിയിൽ ഇതും ക്രോസിംഗ് സ്റ്റേഷനായി മാറും. അങ്ങനെ കുലിക്കല്ലൂരെത്തിക്കണം. ഇവിടെ ആരുമില്ല, കയറാൻ ആരുമില്ല. ഇറങ്ങാൻ ആൾക്കാരുണ്ടാവും. കയറാൻ ഏതായാലും അവിടെ 2 പേര് നിൽപ്പുണ്ട്. കാരണം ഈ ഷൊർണൂർ അടുത്തല്ലോ, പിന്നെ അതായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കുറവും. ഈ നിലമ്പൂരിൽ നിന്ന് കയറിയ ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഇറങ്ങാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് ഭയങ്കര ഷോറാണ്. അല്ലാതെ അയാൾ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ പൈസ ആൾക്കാരൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പയ്യ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം പയ്യല്ല, അത്യാവശ്യം ആൾക്കാർ കുലിക്കല്ലൂർ ഇറങ്ങാനുണ്ട്. ഏകദേശം ട്രെയിനിലെ തിരക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇനിയിപ്പോൾ വല്ലപ്പുഴയും വാടാനക്കുരിശിയും കൂടി ഉള്ളത്. ഇനി നേരെ ഷൊർണൂരെത്തും. വല്ലപ്പുഴ എത്തി. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ബാക്കി ഇനി അടുത്ത വാടാനക്കുരിശിയും ഷൊർണൂരാണ്. ഇനിയിപ്പോൾ ആരും നിങ്ങൾക്കെല്ലാം അവിടെ ഇറങ്ങാം. നല്ല റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ റൂട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നൈസാണ്. ഇലക്ട്രിഫിക്കേഷൻ വരണ മുമ്പ്. പക്ഷെ ഇപ്പോഴും ഈ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വല്ലപ്പുഴ. കാരണം ആ മരങ്ങൾ അതേപോലെ ഉണ്ട്. ഇത് മഴക്കാലത്ത് ഇച്ചിരി കൂടി വൈബായിരിക്കും. ഇപ്പോൾ ഈ വെയിലടിച്ച് ഉണങ്ങിയിരിക്കുകയല്ല, എന്നിട്ടും അത് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. വല്ലപ്പുഴ ടിക്കറ്റ് കൗണ്ടർ. ഇനി അടുത്ത വാടാനക്കുരിശ് കഴിഞ്ഞിട്ട് ഷൊർണൂർ. നമ്മുടെ ഈ പാസഞ്ചറിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്താറായി. പെട്ടെന്ന് എത്തും. 11:30 അവിടെ പറഞ്ഞ ടൈം ഷൊർണൂർ എത്തേണ്ടത്. 11:38. എന്തായാലും 7 മിനിറ്റിൽ എന്തായാലും ഷൊർണൂർ എത്തൂല. 7 മിനിറ്റിൽ വാടാനക്കുരിശ് എത്തും. നമുക്ക് നോക്കാം. വാടാനക്കുരിശെത്തി. ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് കഴിഞ്ഞാൽ നേരെ ഷൊർണൂരാണ്. പറഞ്ഞാലും 11:45 ഷൊർണൂർ എത്തേണ്ടത്. പക്ഷെ 11:43 വാടാനക്കുരിശെത്തി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഡിലേയോടെ ഷൊർണൂർ കയറുമായിരിക്കും. വണ്ടി വാടാനക്കുരിശ് ഒരു 5-6-7 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെവൽ ക്രോസ് ഉണ്ട്. ലെവൽ ക്രോസ് ആണെങ്കിൽ പൊന്തിച്ച് വെച്ചേക്കാം. എന്താ സംഭവം എന്നറിയില്ല. വണ്ടി 2 വട്ടം ഹോൺ അടിച്ച്, പക്ഷെ ഇപ്പോൾ എടുത്തിട്ടില്ല. പോലീസുകാരും ഉണ്ട് അവിടെ. എന്തോ വിഷയമുണ്ട്, വണ്ടി എടുക്കുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വണ്ടിയൊക്കെ എടുത്തിപ്പോൾ കത്തിച്ച് പോവായിരിക്കും. അത് ലേറ്റായി. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയിട്ടെന്ന് അറിയില്ല. നോക്കാം. ഞാൻ ലെവൽ ക്രോസിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് നോക്കാം. ലെവൽ ക്രോസിന് പറയുമ്പോൾ പൊന്തിയിരിക്കണം. ഇനി അതങ്ങനെ സെറ്റായി പോയാണെന്ന് അറിയില്ല.
എന്നിട്ടും ഷൊർണൂർ അടുത്ത് എത്തിയപ്പോഴേക്ക് ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷെ എന്തായാലും ചിലപ്പോൾ സ്പീഡ് കൂട്ടാൻ എഴുതും. ഷൊർണൂർ ജംഗ്ഷൻ എത്തി. വണ്ടി കൊണ്ട് 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്, 5അല്ല 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ എൻറ്ററിങ് ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 6. ഇപ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റ് വൈകി ഓടുകയാണ്. നമ്മൾ ഷൊർണൂർ എത്തിയപ്പോഴേക്കും ഇവിടെ എറണാകുളം ദുരന്തോ എക്സ്പ്രസ് കയറി വന്നിട്ടുണ്ട് ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 5. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയ വണ്ടി നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ. അത്യാവശ്യം എല്ലാവർക്കും ആ വണ്ടി കയറി എവിടെ നിന്നൊക്കെ തിരക്കാണ്, ആ വണ്ടീൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഷൊർണൂർ ജംഗ്ഷൻ.